വിശദാംശങ്ങളിലേക്ക്. ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യൻ സംഘം 2020 ലോകകപ്പ് ഫൈനലിൽ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. സെമിയിൽ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ട് ഇന്ത്യ T20 വേൾഡ് കപ്പ് ഫൈനലിൽ 68 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് നിരയിൽ 7 ബാറ്റ്സ്മാൻമാർക്ക് 2 അക്കം തികയ്ക്കാനായില്ല. 16.4 ഓവറിൽ 103 റൺസിന് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ കുൽദീപ് യാദവും അക്സർ പട്ടേലുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്. ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ് എടുത്തു. ഇന്ത്യൻ സംഘത്തിന്റെ തുടക്കം മോശമായിരുന്നെങ്കിലും ഓപ്പണർമാർക്കു ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ടാണ് ഇന്ത്യയുടെ റൺസ് ഉയർത്തിയത്. 57 റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ. സൂര്യകുമാർ യാദവ് 2 സിക്സും 4 ഫോറും അടക്കം 47 റൺസ് എടുത്തു. 3-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ 73 റൺസാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് തുണയായത്. മഴയും പിച്ചിലെ ഈർപ്പവുമെല്ലാം ഇന്ത്യയുടെ ബാറ്റിംഗിന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാക്കിയിരുന്നു. മത്സരത്തിനിടെ ഉണ്ടായ മഴയ്ക്കു ശേഷം പിച്ചിലെ വേഗക്കുറവും റൺ നേട്ടത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യൻ സമയം 8 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന മത്സരം മഴയും നനഞ്ഞ ഔട്ട്ഫീൽഡും കാരണം വൈകിയാണ് ആരംഭിച്ചത്. ഫൈനൽ നാളെ രാത്രി 8 മണിക്ക് ബാർബഡോസിലെ കിങ്സ്റ്റൺ ഓവൽ സ്റ്റേഡിയത്തിൽ നടക്കും. ദക്ഷിണാഫ്രിക്കയാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.